ഇന്നെത്ര നോമ്പ് വെച്ചടാ, അന്ന് ഞാൻ 4 നോറ്റു പറയും. ഓലെ നോമ്പ് എന്ന മാതിരി ഇത് വൈകുന്നേരമാക്കാൻ തീരുമാനമില്ല. ഇത് എന്നും കേടരാതെ നിൽക്കണമെന്ന് ഉദ്ദേശമില്ല. ഇത് വേഗം തുന്നം പാതിയാലല്ലേ പ്രസ്സുകാരന് മുസാഫ് ചെലവായി കിട്ടുള്ളൂ. അത് വാങ്ങിക്കൊണ്ടിട്ട് നമ്മളിത് വേണ്ടി ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ ഈ കീറിയ മുസാഫ് എടുത്ത് ഓതാൻ പറ്റാത്ത കോലത്തിലായ മുസാഫുകൾ എന്ത് ചെയ്യണം? അതെല്ലാം കൂടി ഒരു ഇരുമ്പിന്റെ ഷീറ്റ്, ഒരു തകിട് എന്തെങ്കിലും പിരിച്ചിട്ട് അതിലിട്ട് തീ കൊടുക്കുക, കരിച്ചു കളയാം. നന്നായി കരിച്ചിട്ട് ആ വെണ്ണീർ ഒരൽപ്പം പോലും അവിടെ ഭൂമിയിൽ വീണു പോകാതെ, അതിനാ ഞാൻ പറയാം തകരത്തിന്റെ ഷീറ്റ് വിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റിലെടുത്ത് തീ കൊടുക്കാൻ പറ്റും? ആ പ്ലാസ്റ്റിക് ഉരുകൂലേ, അത് കത്തി പൂർത്തിയാവില്ലല്ലോ. അപ്പൊ ഒരു ഇരുമ്പിന്റെ ഷീറ്റ്, ഒരു തകിടോ മറ്റോ വിരിച്ചിട്ട് അതിലിട്ട് തീ കൊടുത്തിട്ട് ആ വെണ്ണീർ ഭൂമിയിൽ എവിടെയും വീണു പോകാതെ അതൊക്കെ നന്നായിട്ട് അടിച്ചുകൂട്ടി വാരിയെടുത്തിട്ട് പുഴയിൽ കൊണ്ടുപോയിട്ടാണ് ഒഴിവാക്കുക. ആ വെള്ളത്തിലാണ് കലങ്ങിപ്പിക്കോളും. ചിലവര് മുസാഫ് കയറിയത് കിണറ്റിക്കിടും. കിണറ്റിക്കിട്ട് അതും കെട്ടാനെ വരും, അതും കെട്ടാനെ കോരി വരും. മുസാഫ് കടലേക്ക് വലിച്ചെറിഞ്ഞ് നോക്കി, അത് വേറെവിടെങ്കിലും ഒരു തിരമാല തട്ടി കരക്കാനാക്കും. ഈ പണി ചെയ്താലോ അത് വെള്ളത്തിലാണ് കലങ്ങിപ്പോയിക്കോളും. അതെപ്പോഴേ ചെയ്യാൻ പാടുള്ളൂ? ഓതാൻ പറ്റാത്ത വിധം ദ്രവിച്ച് സൂക്ഷിക്കാനും പറ്റാത്ത വിധം ഇടങ്ങാറായാൽ അപ്പോഴേ പണി ചെയ്യാൻ പാടുള്ളൂ. ആ സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്യാം. അത് മുഅല്ലമായ ഏത് വസ്തുക്കളും, സഹീഹുൽ ബുഖാരി ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബല്ലേ. ഒരാൾക്ക് സൂക്ഷിക്കാനും വയ്യാതായി, എടുത്ത് ഓതാനും പറ്റാതായി, ആകപ്പാടെ ദ്രവിച്ചു നശിച്ചു. അത് സൂക്ഷിക്കാനും കഴിയാതെ മനുഷ്യൻ അതുകൊണ്ട് കുടുങ്ങി. അതിങ്ങനെ പൊടി ചില കിതാബുകളൊക്കെ ഉണ്ട്, മർച്ചാ പൊടി. ഞാൻ പണ്ട് പൊടിയാട്ട് ഒരു വിഷയം വന്നപ്പോ നമ്മൾ പൊന്മളസാദ് ചെമ്മാട് തീർച്ചെടുത്തുമ്പോ എന്തോ ഒരു മത്സര വിഷയം വന്നപ്പോ ഞാൻ ഒരു ചരിത്രം വന്നപ്പോ ഞാൻ ചോദിച്ചു പൊന്മളസാദിനോട്, ഈ ചരിത്രം എവിടെയാ പറഞ്ഞിരിക്കണത്? ആ ഉസ്താദിന് ദ്വാരക്കണം. ആരാ ഉസ്താദ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഭയങ്കര സാധന. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന് മിൻഹാജിന് എത്ര ഷറഹുണ്ട്? മിൻഹാജിന് എത്ര ഷറഹുണ്ട്? 10 എണ്ണം തേച്ച് നമ്മളെ കൊണ്ട് എന്റെ പേര് എണ്ണാൻ കഴിയോ? 135 ഷറഹ് നോക്കി തീർത്തിട്ടുണ്ട് അത്രേ ഉസ്താദ്. അപ്പൊ മനുഷ്യന്റെ കഴിവത്രേ. അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതൊക്കെ ഈ സമൂഹത്തിന് നമുക്ക് വേണം. എന്ത് ഫിഖ്ഹിന്റെ മസാല അങ്ങ് ചോദിച്ചാലും ആധികാരികമായി വിശ്വസിക്കാൻ പറ്റിയ മറുപടി പറയും. അത് നമുക്ക് വിശ്വസിക്കാം. ഇപ്പൊ ഇവിടെ ഈ റമളാന്റെ 2 ദിവസം മുമ്പ് 5000, നമ്മൾ പറഞ്ഞോ, 5000 വെച്ചിട്ട് പ്രസംഗം നടക്കുക. പ്രസംഗം നടന്നപ്പോ ആ സ്റ്റേജ് മേൽ ഇരുന്നപ്പോ ഞാന് ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു പോവാണ്. ഞാനാണ് മുഖ്യ പ്രസംഗം. ഉസ്താദ് ഉദ്ഘാടക കർമ്മം നിർവഹിച്ചു പോവാണ്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നപ്പോ ഇങ്ങനെ വെറുതെ ആ സ്റ്റേജ് മേൽ ഇരുന്നപ്പോ ഉസ്താദിൽ എത്താനിരുന്നപ്പോ ഞാനൊരു സംശയം ചോദിച്ചു. ഒരു മസാലയിൽ വന്ന സംശയം. അന്ന് ഫത്ഹുൽ മുഈൻ എടുത്തു നോക്കിയപ്പോ എന്തോ ഒരു മസാലയിൽ സംശയം വന്നപ്പോ ഞാൻ സ്റ്റേജിൽ വന്ന് ഉസ്താദിനോട് ചോദിച്ചു. അപ്പൊ തന്നെ ഉസ്താദ്, എനിക്ക് സംശയം വന്നത് കരിങ്കപ്പാവർ ഉസ്താദ് അവിടെ ഒരു ഷറഹ ചെയ്തിട്ടുണ്ട്. ആ ഷറഹ എന്നെ സംശയമാക്കിയത്. അപ്പൊ ഞാൻ ഉസ്താദിനോട് അവിടെ കരിങ്കപ്പാറ ഇങ്ങനെ ഒരു ഷറഹ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ആ ഫത്ഹുൽ മുഈനിലെ ഷറഹ മുഴുവൻ അതിന് കാണാപ്പാടാണ്. ഒരു ഫത്ഹുൽ മുഈൻ മാത്രമല്ല, അതിന്റെ ബക്കത്ത് എഴുതിയ ഷറഹ പോലും അതിന് കാണാപ്പാടാണ്. അപ്പൊ നിങ്ങൾ നോക്കണം, ഞാനവിടെ സംശയം വന്നപ്പോ ചോദിക്കുകയാണ്. ചോദിച്ചപ്പോ പറയാണ്, അവിടെ കരിങ്കപ്പാർ ഉസ്താദ് ഫത്ഹുൽ മുഈനിൽ ഇങ്ങനെ ഒരു ഷറഹ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഷറഹും പറഞ്ഞിട്ടില്ല, ആ ഫത്ഹുൽ മുഈനും പറഞ്ഞിട്ടില്ല, മസ്അല ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന് മൂപ്പര മറുപടി, ഫത്ഹുൽ മുഈനിൽ കരിങ്കപ്പാർ ഇങ്ങനെ ഒരു ഷറഹ അവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഇത്രത്തോളം മിൻഹാജിന് 10 ഷറഹ എനിക്ക് പറയാൻ അറിയില്ല. 10 ഷറഹിന്റെ പേര് തുഹ്ഫ, മുഗ്നി, നിഹായ ഇതൊക്കെ എണ്ണി പറയാന്നല്ലാതെ മിൻഹാജിന്റെ 10 ഷറഹിന്റെ പേര് പറയാൻ എനിക്ക് കഴിയില്ല. നമുക്ക് ആർക്കോ കഴിയോ? സഹോദരങ്ങൾ ചിന്തിക്കുക. 10 എണ്ണത്തിന്റെ പേര് പറയാൻ. 135 കിതാബ് മിൻഹാജിന്റെ വ്യാഖ്യാനപ്പെട്ട ഒന്നാ തുഹ്ഫ. തുഹ്ഫ 10 വാള്യ. ആ 135 പെട്ട ഒരു കിതാബാ തുഹ്ഫ. ആ തുഹ്ഫ 10 വാള്യ. അപ്പൊ 135 കിതാബ് എത്ര വാള്യ ഉണ്ടാവും? 10ഉം 20ഉം 15ഉം 8ഉം 4 ഉള്ളതൊക്കെ ഉണ്ട്. അങ്ങനത്തെ 135 കിതാബ് നോക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ അറിവിന്റെ ഗാംഭീര്യം എത്രയാണ്. അവരുടെ ആഫിയത്തിന് നിങ്ങൾ എപ്പോഴും ദ്വാരക്കണം. റമളാന്റെ എല്ലാ രാത്രിയും ദ്വാരക്കണം. ഇവിടെയുള്ള ഫത്ഹുൽ മുഈനിന്റെ ദർസുകളിൽ നിങ്ങൾ പങ്കെടുക്കണം. പൊന്മള ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഈ ചരിത്രം എവിടെയുള്ളത്? അപ്പൊ പൊന്മള ഉസ്താദ് പറഞ്ഞേ, ഞാൻ ഓതുന്ന കാലത്ത് കോട്ടൂർ ഉസ്താദ് പൊടിയാട്ട് ദർസ് നടത്തിയിരുന്നു. അങ്ങനെ ഞാൻ പൊടിയാട്ട് ഓതിയിരുന്നു. അന്ന് അവിടെ അൽമാറിയിൽ ഒരു കിതാബ് കണ്ടപ്പോ ഞാനത് എടുത്തു നോക്കി. ആ ചരിത്രം ആ കിതാബിലുണ്ട്. ഓതുന്ന കാലത്ത് കണ്ടതാ. അപ്പൊ അന്ന് തന്നെ ആ കിതാബ് എടുത്ത് മറിച്ചു വെക്കാൻ പറ്റാതെ ഇരിക്കണ കാരണം. അപ്പൊ അത് ബുർദന്റെ ഷറഹ.
ബുർദന്റെ സറഹിലുണ്ട് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഏത് സറഹിലാ ഉള്ളത് ചോദിച്ചു. ബുർദക്ക് എത്ര സറഹുണ്ട് ചോദിച്ചു എന്നോട്. ബുർദക്ക് നിങ്ങൾ എത്ര സറഹാണ്? ഞാൻ അൽ ഒണ്ടാഫി സറഹിൽ ബുർദ ഇവരാചാരങ്ങളെ ബുർദന്റെ സറഹ് മുഴുവൻ നോക്കി, ഖർബൂത്തി നോക്കി, ബാജൂരി നോക്കി. മൂന്നെണ്ണത്തിന്റെ പേര് ഞാൻ പറഞ്ഞെടുത്തു. ആ മൂന്നും ഞാൻ നോക്കിയിട്ടുണ്ട്, മുഴുവനും നോക്കിയിട്ടുണ്ട്. ബുർദന്റെ 28 സറഹ് ഞാൻ നോക്കിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞ ബുർദന്റെ 28 സറഹ് ഞാൻ നോക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സറഹ് പൊടിയാട്ടുണ്ട്. കേരളത്തിലെവിടെ ഞാനത് കണ്ടിട്ടില്ല. അത് പൊടിയാട്ടുണ്ട്. ഞാൻ പൊടിയാട്ട് പോയി. പൊടിയാട്ട് ചെന്ന് മറിച്ച് നോക്കുമ്പോ കിതാബ് ദ്രവിച്ച് മറിക്കാൻ പോലും വയ്യാതെ പ്രായം ചെന്നിട്ട് അത് കിട്ടും പൊടിയാകാനായി. ആ കിതാബിന് എന്താ ചെയ്യാ? അതാ ഞാൻ പറയാം, സൂക്ഷിക്കാൻ പറ്റാതെയായാൽ, ദ്രവിച്ചിട്ട് ഉപയോഗിക്കാനും പറ്റാതെയായാൽ, അത് പരന്നിട്ട് അതിന്റെ കഷ്ണം പാറി പരന്നിട്ട് ആകപ്പാടം ഖറാബാകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മുസ്താഫ് എന്ത് ചെയ്യണം? കരിച്ചു കളയാം. കരിച്ചാൽ അതിന്റെ ഹുർമത്ത് സൂക്ഷിക്കണം. അതിന്റെ വെണ്ണീർ നിലത്തൊന്നിട്ടിട്ട് നശിപ്പിക്കരുത്. അതെവിടെങ്കിലും പുഴയിലോ കുളത്തിലോ ഒക്കെ കൊണ്ടുപോയി കലക്കി കളഞ്ഞാൽ അത് അതോടുകൂടിയിട്ടാണ് അത് കഴിഞ്ഞുപോയി. കുടിക്കാം, കലക്കാം, പക്ഷെ അതിന്റെ അസർ എന്ത് ചെയ്യരുത്? വേറെ മലിനമായൊരു സ്ഥലത്തേക്ക് പോകാൻ ഇടവരരുത്. കിണറ്റിൽ കലക്കാം, പുഴയിലാവുമ്പോ അതാണ്ട് ഒലിച്ചങ്ങോട്ട് പൊയ്ക്കോളും. കിണറ്റിലാവുമ്പോൾ കിടന്ന് കലക്കിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അതിന് മാത്രം തോനെ വെള്ളം ഉണ്ടെങ്കിൽ കുറഞ്ഞ വെള്ളമാണിച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഖുർആനുമായുള്ള ബന്ധം അത് പാരായണം, അതിനെ സൂക്ഷിക്കണം, അതിന് ഒന്നുമില്ലാതെ തുടരരുത്, അതിന് ബഹുമാനം കൽപ്പിക്കണം, അതിന് നേരെ കാല് നീട്ടരുത്, അത് ചാരി ഇരുന്ന് ഓതുന്നത് ശരിയല്ല, കാല് നീട്ടി ഇരുന്ന് ഓതുന്നത് ശരിയല്ല. ഇതൊക്കെയും അതിന്റെ അദബുകൾ അതിനോട് പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. റഹ്മാനായ റബ്ബ് പൊരുത്തപ്പെട്ട അവന്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.